ഹായ് ഹലോ. അങ്ങനെ കൊല്ലം KSRTCക്കൊപ്പം മറ്റൊരു യാത്രയിലാണ്. ഇപ്രാവശ്യം കോന്നി കുമ്പാവുരുട്ടി അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഡീറ്റെയിൽ തരാം. കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏകദിന യാത്രയാണ് കേട്ടോ. കോന്നി അടവി എക്കോ ടൂറിസം, അതുപോലെ നമ്മുടെ കുമ്പാവുരുട്ടി വാട്ടർഫാൾസ്. ഞാനും ഫസ്റ്റ് ടൈമാണ് അവിടെ വിസിറ്റ് ചെയ്യുന്നത്. എന്തായാലും വിശേഷങ്ങൾ കാണിച്ചു തരാം. കൊല്ലം ഡിപ്പോയിൽ നിന്നുള്ള ഈ ഒരു ഏകദിന ഉല്ലാസയാത്രയ്ക്കായിട്ടുള്ള ചാർജ് വരുന്നത് 600 രൂപയാണ്. ട്രാവലിംഗ് ചാർജ് മാത്രമാണോ ഈ ഒരു 600 രൂപ? ബാക്കി വരുന്ന എൻട്രൻസ് ഫീസും അതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ ആ ചിലവൊക്കെ നമ്മൾ വേറെ കാണണം. കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു യാത്രയ്ക്ക് ഇപ്രാവശ്യം കോർഡിനേറ്റ് ചെയ്യുന്നത് രശ്മി മേഡാണ്. എൻ്റെ പേര് രശ്മി. KSRTCയിൽ 5 വർഷമായിട്ട് കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ വീട് കടവൂരാണ്. ഒരു മോനുണ്ട്, +2 പഠിക്കുന്നു. KSRTCയിലെ സെക്കൻഡ് ട്രിപ്പാണ്. 51 പേരുടെ പരിചയപ്പെടലുകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു സൗഹൃദാന്തരീക്ഷം തന്നെ ഉണ്ടായി. ചെറിയൊരു പാട്ടുപരിപാടിയൊക്കെ ആയിട്ട് യാത്ര ഇങ്ങനെ തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ പത്തനാപുരം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. കോന്നിയിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. ഈ യാത്രയിൽ മുഴുവൻ യാത്രക്കാരും ഏകദേശം ഒരു 99% യാത്രക്കാരും BTCയുടെ യാത്രകൾ 5ഓ 6ഓ തവണ കഴിഞ്ഞവരാണ് എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. കാരണം നല്ല സൗഹൃദത്തോടു കൂടിയിട്ട് നല്ല പാട്ടും ചിരിയും കളിയൊക്കെ ആയിട്ടാണ് നമ്മളെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം ഡിപ്പോയുടെ മികച്ച സാരഥിയായിട്ടുള്ള ബിജു സാറാണ് ഇപ്രാവശ്യം ട്രെയിൻ സീറ്റിലുള്ളത്. അപ്പോൾ എല്ലാം കൊണ്ട് അടിപൊളി. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ കഴിവുകളൊക്കെ തെളിയിച്ചുകൊണ്ട് മികച്ച ഒരു തുടക്കമായിട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ BTC യാത്രകളിൽ എൻ്റെ 45ാമത്തെ യാത്രയും ഇത് തന്നെയാണ് കേട്ടോ. കൊല്ലത്തിന് ഒരു 5ാമത്തെ യാത്ര അങ്ങനെയായിട്ട് കണക്കാക്കാം. കോന്നിയിലെ ഈ റൂട്ടിലെ യാത്രക്കാർക്ക് മികച്ച ഒരു വീട്ടുഭക്ഷണം തരുന്ന ആരണ്യകം കഫേയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. അമ്മമാരുണ്ടാക്കുന്ന നല്ല അടിപൊളി നാടൻ ഭക്ഷണം. പ്രത്യേകം ഓർഡർ ചെയ്തിട്ട് വേണം നമുക്കിത് ഇവിടുന്ന് കിട്ടാനായിട്ട്. അപ്പോൾ ഇനി ഇവിടെ ഒരു ബാംബു കോട്ടേജ് ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ടുള്ള യാത്രയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഇതുവഴിയാണ് അകത്തേക്ക് പോവുക. കോന്നിയിലെ ബാംബു കോട്ടേജുകൾ നമുക്കിപ്പോൾ കാണാൻ കഴിയും. എന്തായാലും അതിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി അന്തരീക്ഷം കേട്ടോ. കേൾക്കാൻ കഴിയും ചീവീടുകളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ. ഒരു നല്ലൊരു ആംബിയൻസ്. കാരണം ഫോറസ്റ്റിൻ്റെ ആ ഒരു ഫീല് നല്ല രീതിക്ക് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് തന്നെ പറയാം. നമ്മുടെ ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. കയറുന്ന ഈ ഒരു എൻട്രൻസിൽ തന്നെ നമുക്ക് കൊട്ടവഞ്ചിയുടെ ആകൃതിയിൽ ഒരു പ്രത്യേക സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മെയിൻ എൻട്രൻസ് കഴിഞ്ഞിട്ട് അല്പദൂരം നടക്കാനുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ശരിക്കും സൂചിപ്പിക്കുന്നത് നമ്മൾ മെയിൻ റോഡിൽ നിന്നുള്ള ആ ഒരു അകലാണ് കേട്ടോ. അതായത് അത്രയും പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്റ്റേ ആണ് ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുഴയുടെ തീരത്ത് നല്ല വൃത്തിയുള്ള ഒരു ബാംബു ഹട്ട്, നല്ല പ്രകൃതിയോടെ ഇണങ്ങിയിട്ട് ഒരു ദിവസം നമുക്ക് താമസിക്കാനായിട്ടുള്ള അത്രയും പീസ്ഫുള്ളായിട്ടുള്ള ഒരു ആംബിയൻസ് ഉള്ള അടിപൊളി സ്ഥലം എന്ന് തന്നെ പറയാം.
KSRTC എന്നുള്ള യാത്രക്കാരാണേ. അല്ല എവിടെയെങ്കിലും കാലിൻ്റെ ഒന്ന് കാണാൻ പറ്റുമോ? ഏതാ ഉള്ളത്? അപ്പുറത്തെ അല്ലേ? ഓക്കെ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ജാസ്മിൻ കോട്ടേജ് ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ടുള്ള വഴിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മുളയുടെ അതേ രൂപത്തിൽ തന്നെ ഈ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജാസ്മിൻ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. കുറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത്. അപ്പോൾ നേരിട്ടൊന്ന് കാണൽ ഇപ്പോഴാണ് നടന്നത്. പക്ക ആംബിയൻസ് ആണ്. അതുകൂടാതെ പുഴയോട് ചേർന്നിട്ട് അല്ലെങ്കിൽ പുഴയുടെ ചാഞ്ഞ് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ബാൽക്കണി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇടയിലൂടെ പോവാം. പക്ക ആംബിയൻസ് ആണ് കേട്ടോ, അടിപൊളി. കേരളത്തിൽ നിന്ന് നമ്മൾ എത്ര ദൂരം യാത്ര ചെയ്ത് വന്നാലും പ്രശ്നമില്ല. കാരണം ഈ ഒരു ഏരിയ അത്രയും പീസ്ഫുള്ളാണ്. ഫോറസ്റ്റിൻ്റെ ആ ഭംഗി ആസ്വദിച്ചിട്ട് നമ്മൾ ഈ ഒരു നല്ല പീസ്ഫുള്ളായ ഒരു ഏരിയയിൽ റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ കെയർ ടേക്കർ ആയിട്ടുള്ള ഉല്ലാസ് സാറ് അതിൻ്റെ കീയൊക്കെ എടുത്ത് വന്നിട്ടോ. ഞങ്ങൾക്ക് ഒരെണ്ണം തുറന്ന് കാണിച്ചു തരാനായിട്ട്. അങ്ങനെ ഈ യാത്രയിൽ നമുക്ക് അടവി എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബാംബു കോട്ടേജൊക്കെ കാണാൻ പറ്റി. പിന്നെ 2-3 കോട്ടേജിൽ ആളുകളുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയിട്ടില്ല. ബാക്കി സെപ്പറേറ്റ് ഒരെണ്ണം വേക്കൻ്റ് ഉള്ളതാണ് നമുക്ക് കയറി കാണാൻ പറ്റിയതിട്ടാ. നമ്മുടെ ചേച്ചിമാരുടെ ഭക്ഷണശാലയിലെ മെയിൻ ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ, കുമ്പളപ്പം എന്ന് പറയും. എന്തായാലും കഴിച്ചു നോക്കട്ടെ. 20 രൂപയാണ് ഇതിനൊരു ചാർജ് വരുന്നത്. സംഭവം നൈസാണ്, അടിപൊളി, നല്ല ചൂടും ഉണ്ടായിരുന്നു. അങ്ങനെ ബാംബു ഹട്ടൊക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ കൊട്ടവഞ്ചിയുടെ അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. അങ്ങനെ കോന്നിയിലെ കൊട്ടവഞ്ചി സഫാരിയുടെ ആ ഒരു സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ റൈഡിൻ്റെ അതുപോലെ ഫുൾ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോന്നി ഡിവിഷനിലെ തേക്ക് തോട്ടങ്ങളുടെ ഹിസ്റ്ററി, അതുപോലെ ആനപിടുത്തത്തിൻ്റെയും അങ്ങനെയൊക്കെയുള്ള, അതുപോലെ വനത്തെ പറ്റിയിട്ടുള്ള അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വലിയൊരു ബോർഡിൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങിയിട്ട് നമ്മൾ കൊട്ടവഞ്ചിയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അടവി ബോൾ ബോർഡ് സെൻറ്റർ, കോന്നി എക്കോ ടൂറിസം. നല്ല മരത്തിൽ കൊത്തുപണി ചെയ്ത ആ ഒരു ഫിനിഷിങ്ങിലാണ് കേട്ടോ അത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. നല്ല കല്ല് പതിച്ച മനോഹരമായ വഴി. ഇവിടെയാണ് നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പോയൊക്കെ എന്തൊക്കെയാണുള്ളതെന്ന് അറിയില്ല. നല്ല ബാമ്പൂല് പണിത ഫർണിച്ചറുകളാണ്. മേശയാണെങ്കിലും കസേരയാണെങ്കിലും എല്ലാം അടിപൊളി. അടവി എക്കോ ടൂറിസം വിസിറ്റ് ചെയ്ത സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. 2014, 2023 കാലഘട്ടത്തിൽ കേട്ടോ. അതിൻ്റെ ആ ഒരു പീരീഡ് സമയത്ത് വന്ന നിരവധി പേര്, പ്രശസ്തരായ ഒരുപാട് പേരുണ്ട്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര വരെ ഇവിടെ എത്തിയിട്ടുണ്ട്. കോന്നിയിലെ വനശ്രീ എക്കോ ഷോപ്പിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും.
ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ കൊട്ടവഞ്ചി സവാരിക്കായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം ഊഞ്ഞാൽ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കാം. എല്ലാം ഈ ഒരു കൊട്ടവഞ്ചിയുടെ ആകൃതി തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇരിപ്പിടത്തിൻ്റെ മുകൾ ഭാഗമൊക്കെ അതാണ് നമ്മൾ കൊട്ടവഞ്ചി ആദ്യം തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹൊഗനിക്കലിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇവിടെ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് അറിയാൻ പറ്റിയത്. ഈ കൊട്ടവഞ്ചികളൊക്കെ ഏകദേശം 1 വർഷത്തോളമാണ് ഇതിന് ആയുസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇത് ലാസ്റ്റ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക് അനുസരിച്ച് ഇതിന് കംപ്ലൈൻറ്റുകൾ വരും. എന്തായാലും 1 വർഷമൊക്കെ ഇത് യൂസ് ചെയ്യുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മനോഹരമായ നടപ്പാതയ്ക്കൊപ്പം ഇത് നല്ല തടിയിൽ പണിത ചെറിയൊരു പാലം. ഇത് പഴയ പാലാണ്. മിക്ക ആളുകളും ഇവിടെ ഈ ഒരു ആംബിയൻസിൽ ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഈ ചീവിടുകളുടെ സൗണ്ടിലുള്ള ഈ ഒരു ആംബിയൻസ് ആണ് കേട്ടോ മെയിൻ. പേരെന്തായിരുന്നു? രവി അല്ലേ? ആ രവി ചേട്ടാ, ഇവിടെ എത്ര ഇതില് ഈ ഒരു കൊട്ടവഞ്ചിയുടെ പരിപാടിയൊക്കെ ആയിട്ട്? ഞാൻ 7 വർഷമായി, മൊത്തം 9 വർഷമായി തുടങ്ങിയിട്ട് 2014 ഓഗസ്റ്റിൽ തുടങ്ങി. ഇവിടെ ഈ ഒരു ഏരിയയിലുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ഇതിന് നിയമിച്ചിട്ടുള്ളത് അല്ലേ? ഇവിടെ ഈ വനത്തിനോട് അനുബന്ധമായിട്ട് കേൾക്കുന്ന കുറേ ആൾക്കാരുണ്ട്, പ്രദേശവാസികൾ. ഒരു സമിതി ഉണ്ടാക്കുന്നുണ്ട്, VSS എന്ന് പറയുന്നത് വനസംരക്ഷണ സമിതി. വനസംരക്ഷണ സമിതി അല്ലേ? സമിതിയിലുള്ള അംഗങ്ങൾ ആ പ്രദേശത്തുള്ള അംഗങ്ങളായിരിക്കും കുറേ ആൾക്കാരെ അവിടെ സമിതിയിൽ എടുക്കുന്നത്. ആ സമിതിയിൽ എടുത്തിട്ട് അതിനകത്ത് നിന്ന് കുറേ ആൾക്കാരെ ഇതിനു വേണ്ടി കൊടുക്കുന്നത്. അങ്ങനെ. അപ്പോൾ ഒന്നുകൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവും അല്ലേ ഈ ഒരു ഏരിയ അറിയുന്ന രീതിയിൽ? തൊഴിലും കൊടുക്കുന്നു. നിങ്ങൾക്ക് ഓൾറെഡി പെർമനന്റ് ആയിട്ടുള്ള സാലറി, ഗവൺമെന്റ് ബേസ്ഡ് സാലറി ഉണ്ടോ അതോ ഡെയിലി വേജാ? എത്ര കൊട്ടയുണ്ട് ഇവിടെ? വഞ്ചി 27 ഉണ്ട് അല്ലേ? അതേപോലെ സ്റ്റാഫും ഉണ്ട്. ഓക്കെ. ഇത് ഹോഗനിക്കൽ തന്നെയാണോ ഈ കൊട്ട വഞ്ചി? സംഭവം അവിടെ നിന്ന് വരുന്നത് അല്ലേ? ബാമ്പുവിന് മുളന്നല്ലേ മെയിൻ ഇത്? പക്ഷെ ഇത് അവരാണ് ഇത് സെറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് അല്ലേ? അവരെ ചെയ്യുന്നല്ലേ? സാധാരണ ഏത് ദിവസങ്ങളിലെ തിരക്ക് കൂടുതലുണ്ടാവുക? വർക്കിംഗ് ഡേ കുറവായിരിക്കും അല്ലേ? ഓണം, വിഷു, പിന്നെ ഈ പൂജ, ക്രിസ്മസ് അങ്ങനെയൊക്കെ വരുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് അത് കൂടുതൽ ആള് കൂടുതലായിരിക്കും. ഈ 4 പേർക്ക് ഒരു 500 ഇല്ലേ? ഒരു കുട്ടിക്കും 500. പിന്നെ വരുന്ന ഒരു വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് 2 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് പറഞ്ഞത് വലിയ വെള്ളം ഉള്ളപ്പോൾ താഴോട്ട് പോകുന്ന ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ഉണ്ട്. 2 കിലോമീറ്റർ ദൂരം താഴേക്ക് പോകുന്ന ഒരു അഡ്വഞ്ചർ ട്രിപ്പ്. 2 കിലോമീറ്റർ ദൂരമാണ്, അതിന് സമയമില്ല, ഒഴുക്കി കൂടെ പോകുന്നത് അഡ്വഞ്ചർ ട്രിപ്പാണ്. അത് വൺ സൈഡേ ഉള്ളൂ. തിരിച്ചിങ്ങോട്ട് നമുക്ക് തോന്നിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുന്ന് നിങ്ങളെ വണ്ടി ഓടിക്കുന്ന ആളിനെ ഓട്ടോയിൽ ശരി തിരികെ കൊണ്ടുവരും അല്ലേ? അങ്ങോട്ട് മാത്രം കൊട്ടയിൽ പോകും. അങ്ങോട്ട് കൊട്ട ഇങ്ങോട്ട് നമുക്ക് ഒരിക്കലും തോന്നിട്ട് വരാൻ പറ്റില്ല, കാരണം വലിയ വെള്ളമുള്ള സമയത്താണ്. വെള്ളം ഒഴുക്കുണ്ടായിരിക്കും അല്ലേ? നല്ല ഒഴുക്കുണ്ട്, നല്ലൊരു ട്രിപ്പാണ്, നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ട്രിപ്പാണ്. അതിന് 900 രൂപയാണ് ഒരു കൊട്ടയ്ക്ക്. 900 രൂപയ്ക്ക് അല്ലേ? ഇവിടെ ആഴം കുറവാണല്ലോ അല്ലേ? ഇത് നിലക്ക് കാണുന്നുണ്ട്. കയങ്ങൾ മാത്രമേ ഇപ്പൊ ഇറങ്ങിയെടുത്തൊരു കരം ഉണ്ടായിരുന്നു. അവിടെ പോയി 15 അടി താഴ്ച കൂടുതലുള്ളതുകൊണ്ട് പിന്നെ ഇവിടെ 15 അടിയോ? അവിടെ നമ്മളെ ഇറങ്ങിയെടുത്ത്. അതെയോ? അത് കയമാണ്. കയാണ് അല്ലേ? ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ അടവി എക്കോ ടൂറിസത്തിലെ കൊട്ടവഞ്ചി യാത്ര ആസ്വദിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക, നമ്മൾ ഈ ഒരു കൊട്ടവഞ്ചിയുടെ നമ്മൾ ഒരു 3 സ്ഥലത്ത് ഇത് പോയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിമ്മിനി ഡാമിൽ ഈ ഒരു കൊട്ടവഞ്ചി നമ്മൾ ആസ്വദിച്ചതാണ്. ഇത് അങ്ങനെയല്ല കേട്ടോ, എന്ന് വെച്ചാൽ പക്ക നാച്ചുറലായിട്ട് ഒരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസിൽ ഈ ഒരു കൊട്ടവഞ്ചിയിൽ, അതായത് വെറും 500 രൂപയ്ക്ക് 4 പേർക്കും ഒരു കുട്ടിക്കും യാത്ര ചെയ്യാവുന്ന ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ഈ ഒരു ചുറ്റുപാട് ഈ ബാക്ക്ഗ്രൗണ്ടാണ് അടിപൊളി എന്ന് പറഞ്ഞത്. കാരണം പച്ചപ്പാണ് ഇപ്പോൾ മെയിനായിട്ട്, വെള്ളത്തിൻ്റെ ആ ഒരു തെളിച്ചം ഇപ്പോൾ അവിടെ നിന്ന് കാണാനുണ്ടല്ലോ. എന്തായാലും വളരെ നല്ലൊരു ആംബിയൻസ്. കുറേ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു അടവി എക്കോ ടൂറിസത്തിൽ വന്നിട്ട് ഈ ഒരു കൊട്ടവഞ്ചിയിൽ യാത്ര ചെയ്യണമെന്നുള്ളത്. അതെന്തായാലും ഇന്ന് KSRTC വഴി സാധിച്ചു. ഇനിയൊരു നമ്മൾ ബാംബു ഹട്ടിൽ സ്റ്റേ ചെയ്യുന്ന ഒരു ഓപ്ഷനും കൂടി കിടക്കുന്നുണ്ട്. എന്തായാലും വൈകാതെ ഞാൻ വന്ന് സ്റ്റേ ചെയ്യും. കോന്നിയിലെ ആനക്കൂടും ആന പരിശീലന ആ ഒരു കേന്ദ്രമൊക്കെ കാണാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ എൻട്രൻസ് ഒക്കെ കാണിച്ചു തരാം. കോന്നി എക്കോ ടൂറിസം അടിപൊളിയായിട്ടൊരു വാളിൽ നല്ല ഒരു സെറ്റ്, ഒരു അടിപൊളി സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയൊരു കവാടം കോന്നി എക്കോ ടൂറിസം. തിങ്കൾ അവധിയാണ് കേട്ടോ. ഇതിനകത്ത് മനസ്സിലെ എക്കോ ഷോപ്പും കുറച്ച് വിഭവങ്ങളൊക്കെ ഇട്ടുള്ളതുണ്ട്. ഇതിനു മുമ്പൊരു ആനക്കൂട് വിസിറ്റ് ചെയ്തത് നമ്മുടെ നിലമ്പൂർ നെടുങ്കായം ഫോറസ്റ്റിനകത്ത് പോയപ്പോൾ ഇതുപോലെ ഒരു ആനക്കൂട് വിസിറ്റ് ചെയ്തിരുന്നു. അത് ഇത്രയും വലുപ്പമൊന്നുമില്ല, അതും ഇതുപോലത്തെ ഒരു സംഭവമൊക്കെ തന്നെയാണ്. മുൻപ് ആനകളുണ്ടായിരുന്നു, ഇപ്പോൾ ഇതിൽ ആനകളില്ല. കുട്ടികൾക്കായിട്ട് ഇവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഊഞ്ഞാലും ചെറിയ റൈഡ് കാര്യങ്ങൾ, കുട്ടികൾക്കുള്ള ചെറിയ ആക്ടിവിറ്റീസും ഒക്കെ കളിക്കാനുള്ള എല്ലാ ഐറ്റംസും ഇതിനകത്തുണ്ട്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാത്തവർ ഇന്ന് ഒരു 100 രൂപ ഫൈൻ ഈടാക്കുന്നൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. കുറേ മെക്കാനിക്കൽ പാർട്സൊക്കെ വെച്ചിട്ടൊരു ആനയുടെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട്. ചെവിക്ക് പുറമെ 2 ചിറക് കൂടി കൊടുത്തിട്ടുണ്ടല്ലോ. ഇതാണ് എലഫൻറ്റ് മ്യൂസിയം കേട്ടോ. ഇതിനകത്തൊന്ന് കയറി നോക്കാം. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, സൺഡേ ആണല്ലോ. അത്യാവശ്യം മ്യൂറൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മെൻഷൻ ചെയ്യുന്നത് മിക്കതും ആനക്കഥകൾ തന്നെയാണ് കേട്ടോ. അകത്തേക്ക് കയറുമ്പോൾ നല്ല ഉഗ്രൻ വലിയൊരു ആനയുടെ ഒരു രൂപം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ഒരു ആനയുടെ അസ്ഥി കൂടാണ് ശരിക്കും. അതിൻ്റെ മുഴുവൻ എല്ലുകളും തലയോട്ടിയും കൊമ്പൊക്കെ കാണിച്ചിട്ടുള്ള ആ ഒരു സംഭവം. അങ്ങനെ കോന്നിയിലെ ആനക്കൂടും ആന പരിശീലന കേന്ദ്രവും ആനകളൊക്കെ കണ്ടിട്ട് നമ്മൾ അടുത്ത സ്ഥലം നോക്കിയിട്ട്, അതായത് അടുത്ത സ്ഥലം എന്ന് പറയുന്നത്, അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഫുഡ് കഴിക്കലാണ്. ലഞ്ചിൻ്റെ ടൈമായിട്ടുണ്ട്. പത്തനാപുരം ചെന്നിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ കുംഭാവുരുട്ടി വാട്ടർഫാൾസിലേക്ക് പോവുക. പരിശുദ്ധാത്മാവേ നീഴും നുള്ളിറക്കണേ സ്വർഗ. അപ്പോൾ ലഞ്ചിനായിട്ട് പത്തനാപുരം ടൗണിൽ തന്നെ ഒരു ഹോട്ടലിൽ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുള്ളൂ. ഇവിടെയാണ് നമുക്കുള്ള ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫുഡൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. പറഞ്ഞുകൊണ്ട് പുതുമാരനെ ഇരുത്തിക്കുന്ന പൊന്നമ്മായി, നമ്മുടെ പുന്നാരമ്മായി, അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി, മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി, അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അറയിൽ ചുമന്നു വരുന്നമ്മായി, അരികളക്കി ചുട്ടപ്പം, അരികരിഞ്ഞ നെയ്യപ്പം, മധുരമുള്ള കലത്തപ്പം, മനകവരും പക്കുവട, പരിപ്പുവട, പുളിമധുരം, എരിവുവട, പൂവടയും പുതിയൊരട. പോരെ ഇതുപോലെ ഇതുപോലെങ്കിൽ വേറെയുണ്ട് മതിയോളം തീറ്റിക്കുന്ന പൊന്നമ്മായി, നമ്മുടെ പൊന്നാരമായി, അപ്പത്താരങ്ങളെല്ലാം ഉപരമായി, അമ്മായി ചുട്ടുന്ന മരുമോനിക്കാൾ എന്തെല്ലാം ഇതെല്ലാം അപ്പത്തരം, എണ്ണിയാലൊടുങ്ങാത്തൊരപ്പത്തരം, എത്ര തിന്നാലും മതി വരാത്തൊരപ്പത്തരം, എത്ര പറഞ്ഞാലും തീരാത്തൊരപ്പത്തരം. ലഞ്ചിന് ശേഷം കുംഭാവുരുട്ടി വാട്ടർഫാൾസിലേക്കുള്ള ആ ഒരു ഫോറസ്റ്റ് റോഡാണിത്. അതായത് അച്ചൻകോവിൽ ഒക്കെ വരുന്നത് ഈ റൂട്ടിൽ തന്നെയാണ്. ഇവിടെ സൈൻ ബോർഡുകളൊക്കെ കാണാം. എലിഫൻറ്റ് ക്രോസിങ്ങിൻ്റെ സൈൻ ബോർഡുകളൊക്കെ കാണാം.
അങ്ങനെ അച്ചൻകോവിൽ വഴി നമ്മളിതാ നേരെ കുമ്പാവുരുട്ടി വാട്ടർഫാൾസിൻ്റെ ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരു മെയിൻ കവാടാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. കുമ്പാവുരുട്ടി വാട്ടർഫാൾസ് എന്ന് എഴുതിയ ഒരു കവാടം. ₹50 ടിക്കറ്റാണ്. വെള്ളം കുറവാണെന്നൊക്കെയാണ് പറയണത്. എന്തായാലും പോയി നോക്കാം, ജസ്റ്റ് ഒന്ന് കാണുകയും ചെയ്യാലോ. ആ ഒരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസിലുള്ള ആ നടപ്പാത ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. ഇവിടെ തന്നെ വാട്ടർഫാൾസ് ചെറിയ രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് കടക്കാനുള്ള ചെറിയൊരു പാലം പോലെ തടയണ പോലെയൊക്കെ കിട്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇത് ഫോറസ്റ്റ് തന്നെയാണ് സത്യത്തിൽ. പോകുന്ന വഴിയിലെ ഒരു കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഭംഗി. മുളയുടെ അതേ ആ ഒരു ഡിസൈനിലാണ് ഈ കൈവരികളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഇങ്ങനത്തെ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ഉണ്ടാവുന്ന പോലെ തന്നെയാണ് ഇവിടെ. അച്ചൻകോവിൽ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലാണ് ആ ഒരു ഏരിയ ആണ് കേട്ടത്. കുറച്ചുകൂടെ മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഇതിൽ നന്നായിട്ടൊരു വെള്ളം ഉണ്ടായേനെ. അപ്പോൾ ഒന്നുകൂടെ ശരിക്ക് ഭംഗിയായിരിക്കും. കാട് അതിൻ്റെ ഒരു മനോഹാരിത, വന്യത എത്ര കണ്ടാലും മതി വരാത്ത ഒന്ന് തന്നെയാണ്. വലിയൊരു മരം, അതിൻ്റെ ഒരു വേര് ഇതോ മോനെ ഭയങ്കര സൈസ് കേട്ടോ. ആ ഉള്ളിലേക്ക് അത്യാവശ്യം നടപ്പാതകളൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ട് സ്റ്റെപ്പ് പോലെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു കുഴപ്പമില്ലാതെ നടക്കാനൊക്കെ പറ്റും. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്ക് ഇവിടെ എല്ലായിടത്തും അനുഭവപ്പെടുന്നുണ്ട്. കേരള ബോർഡറിലുള്ളൊരു വാട്ടർഫാൾ ആയതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ് ശരിക്കും ഇവിടെ കൂടുതലായിട്ട് എനിക്ക് തോന്നിയത്. അതിൻ്റെ റഷ് കാര്യമായിട്ട് തന്നെ ഉണ്ട്. വെള്ളം കുറവാണ്. ഇനി മുകളിൽ ചെന്നിട്ട് എങ്ങനെ നോക്കാം. ഞായറാഴ്ചയുടെ ശരിക്കും തിരക്ക് ഇതിന് മുകളിലെത്തിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അത്യാവശ്യം ആളുകളുണ്ട്. വെള്ളമാണെങ്കിൽ കാര്യമായിട്ടില്ലതാണ്. ഇത് ഇത്രയും ഭാഗം ഡ്രൈ ആണ്. അങ്ങനെ കുമ്പാവുരുട്ടി വാട്ടർഫാൾസ് കണ്ടതിന് ശേഷം നമ്മളിതാ തിരിച്ച് വരുന്ന വഴിയിൽ അച്ചൻകോവിൽ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ജസ്റ്റ് വിസിറ്റ് ചെയ്തിട്ട് ആണ് തിരിച്ചു പോക്കുണ്ടാവുക. എന്തായാലും ഇതിനകത്ത് കയറിയിട്ടുള്ള കാഴ്ചകൾ ഓൾറെഡി ഞാൻ ഈ അച്ചൻകോവിൽ വന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ കയറി നോക്കിയാൽ കാണും.
കേരളത്തിലെ മികച്ച സ്ഥലങ്ങൾ KSRTCക്കൊപ്പം ചുരുങ്ങിയ ചെലവിൽ നമുക്ക് പോയി വരാൻ കഴിയും. BTC യാത്രകളിൽ ഒരു വട്ടെങ്കിലും ഒന്ന് പങ്കെടുക്കുക. എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കല്ലേ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി തന്നെ കരുതുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ബൈ.